പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് തിരുവനന്തപുരം കോവളത്ത് നിന്നാണ്. കോവളത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു എന്ന വാർത്ത വരുന്നു. ഇന്നലെ രാത്രിയാണ് ഓഫീസ് തകർത്തത്. പ്രചരണ വാഹനവും ഫ്ലെക്സ് ബോർഡുകളും കമ്പ്യൂട്ടറും ഉൾപ്പെടെ തകർത്ത നിലയിലാണ്. റിനു ശ്രീധർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. റിനു, ഇത് എന്താണ് സംഭവിക്കുന്നത്? സ്മിത, എം വിൻസെന്റ് നമുക്കറിയാം, നിലവിലെ MLA കൂടിയാണ്. അദ്ദേഹം മത്സരിക്കുന്ന കോവളം മണ്ഡലത്തിലാണ് UDFന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ഉച്ചക്കടയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഉച്ചക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ഇന്നലെ രാത്രിയുടെ മറവിൽ ആരോ അടിച്ചു തകർത്തു എന്നുള്ളതാണ്. ഇതിന്റെ മുന്നിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ, ഒപ്പം ഓഫീസിനകത്ത് പാർക്ക് ചെയ്തിരുന്ന പ്രചാരണ വാഹനമുണ്ട്. സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്ന ആ വാഹനം അടിച്ചു തകർത്തു. ഒപ്പം കമ്പ്യൂട്ടറുകൾ, ഒപ്പം പ്രിന്റർ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ അടിച്ചു തകർത്ത് വലിച്ചെറിഞ്ഞ നിലയിലാണ് ഇന്ന് ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തുമ്പോൾ കണ്ടത് എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും UDF പ്രവർത്തകർ മറ്റ് ആരുടെയും പേര് ആരോപിക്കുന്നില്ല. ആരാണ് ഇത് അടിച്ചു തകർത്തത് എന്നുള്ളത് ഇവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് UDF നേതാക്കൾ പറഞ്ഞത്. സ്മിത, അപ്പൊ അങ്ങനെയാണ് പ്രചാരണമൊക്കെ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലുള്ള വാർത്തകളും വരുന്നുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് തകർത്തു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.